ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 8ാമത്തെ ശ്ലോകം നോക്കാം. സ ഗോദോഹനമാത്രം ഹി ഗൃഹേഷു ഗൃഹമേഥിനാം അവേക്ഷതേ മഹാഭാഗസ്തീർത്ഥീകുർവംസ്തദാശ്രമം. സ ഗോദോഹനമാത്രം. സഹ ഇവിടെ ആ മഹർഷിയെക്കുറിച്ചാണ് പറയുന്നത് എന്നുള്ളത് കൊണ്ട് സഹ, അവൻ എന്നുള്ളതാണ് അർത്ഥം. ഇവിടെ ആരാണ്? ആ ശ്രീശുക മഹർഷിയെ. ഗോദോഹന മാത്രം, ഒരു പശുവിനെ, ഗോവിനെ കറക്കുന്ന അത്രയും, ദോഹനം ചെയ്യുക എന്ന് പറഞ്ഞാൽ കറക്കുക, പശുവിനെ കറക്കുന്ന അത്രയും സമയം മാത്രം ഹി ഗൃഹേഷു ഗൃഹമേധിനാം. ഹി എന്ന് പറഞ്ഞാൽ അവിടെ അത് ഉറപ്പിക്കുകയാണ്, ഉറപ്പിച്ചു പറയുകയാണ്. അത്രയും സമയം മാത്രം ഗൃഹേഷു ഗൃഹങ്ങളിൽ, ഗൃഹമേധിനാം അതായത് ഗൃഹസ്ഥാശ്രമികളുടെ ഗൃഹങ്ങളിൽ, അപേക്ഷതേ എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിക്കും, മഹാഭാഗസ്തീർത്ഥീകുർവംസ്തദാശ്രമം. അപ്പോൾ ഈ ശ്രീശുക മഹർഷിയെ നമുക്ക് എങ്ങനെ പ്രതീക്ഷിക്കേണ്ടു, എങ്ങനെ കാണാൻ കഴിയൂ എന്നാണെങ്കിൽ, ഗൃഹസ്ഥാശ്രമികളായിട്ടുള്ളവരുടെ ഗൃഹങ്ങളിൽ വന്നാൽ ശ്രീശുക മഹർഷി ഒരു പശുവിനെ കറക്കുന്ന അത്രയും സമയം മാത്രമേ അവിടെ നിൽക്കുകയുള്ളൂ. ആചാര്യന്മാർ പറയാറുണ്ട് നാടൻ പശുക്കളെ കറക്കുന്ന അത്രയും സമയമെന്ന്. കാരണം അവയ്ക്ക് പൊതുവെ പാല് കുറവായിരിക്കും. അതായത് അത്രയും കുറച്ച് സമയമേ ശ്രീശുക മഹർഷി ഗൃഹസ്ഥാശ്രമികളുടെ ഗൃഹങ്ങളിൽ നിൽക്കാറുള്ളൂ. അത്രയേ പ്രതീക്ഷിക്കേണ്ടൂ, അങ്ങനെ കാണാറുള്ളൂ. അതാണ് ശ്രീശുക മഹർഷി. മഹാഭാഗസ്തീർത്ഥീകുർവംസ്തദാശ്രമം. മഹാഭാഗ അല്ലയോ മഹാപുണ്യവാനായിട്ടുള്ള ആ ശ്രീശുക മഹർഷി എന്ന് പറയുക. അപ്പോൾ ഇത് ശൗനകാദി മഹർഷിമാർ മനസ്സിലാക്കുന്നുണ്ട്, അറിയാഞ്ഞിട്ടല്ല ചോദിച്ചത്. ശ്രീശുക മഹർഷിയുടെ മഹത്വം നന്നായി അറിയാം. അതുകൊണ്ടാണ് പറഞ്ഞ മഹാഭാഗ, മഹാപുണ്യവാനായിട്ടുള്ള ശ്രീശുക മഹർഷി. കാരണം ആ തലത്തിലേക്കൊക്കെ എത്തുക എന്ന് പറയുന്നത് ഒരു പക്ഷേ അസാധ്യമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ശ്രീശുക മഹർഷിയുടെ സ്വന്തം പിതാവായ ശ്രീ വ്യാസഭഗവാന് പോലും ആ തലത്തിലേക്ക് എത്തുവാൻ കഴിഞ്ഞില്ല. നോക്കൂ, ഭഗവാന്റെ തന്നെ അംശാവതാരമാണ് ശ്രീ വ്യാസമഹർഷി. അങ്ങനെയുള്ള വ്യാസഭഗവാന് പോലും പുത്രനായ ശ്രീശുക മഹർഷിയുടെ തലങ്ങളിലേക്ക് എത്തുവാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത്രമാത്രം അപൂർവമായ, ഉന്നതമായ ഒരു തലത്തിലാണ് ശ്രീശുക മഹർഷി നിന്നിരുന്നത്. അങ്ങനെ ആ തലത്തിലേക്ക് എത്തിച്ചേർന്ന മഹാപുണ്യവാനായ ശ്രീശുക മഹർഷി ഇങ്ങനെ വളരെ കുറച്ച് സമയം മാത്രമേ ഗൃഹസ്ഥാശ്രമികളുടെ ഗൃഹങ്ങളിൽ, എന്ന് പറഞ്ഞാൽ പരീക്ഷിത്ത് മഹാരാജാവും ഗൃഹസ്ഥാശ്രമി തന്നെയായിരുന്നു. പരീക്ഷിത്ത് മഹാരാജാവും വിവാഹിതനാണ്, പുത്രന്മാരുണ്ട്. നമുക്കറിയാം ജനമേജയനൊക്കെ പിന്നീട് വന്ന പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ പരമ്പര നിലനിർത്തിക്കൊണ്ട് പോയിരുന്നവരാണ്. അപ്പോൾ ഗൃഹസ്ഥാശ്രമിയായിട്ടുള്ള പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ അടുത്ത് വന്നിട്ട് എങ്ങനെയാണ് ഈ 7 ദിവസം ഇരുന്ന ശ്രീമദ് ഭാഗവത കഥ മുഴുവൻ പറഞ്ഞത്? കാരണം ശ്രീശുക മഹർഷി അങ്ങനെ ഗൃഹസ്ഥാശ്രമികളുടെ സമീപത്തിൽ അധിക സമയം, ഗൃഹങ്ങളിൽ എന്നുദ്ദേശിച്ച ആ സാമീപ്യത്തിൽ അധിക സമയം ചിലവഴിക്കുന്ന ആളല്ല എന്നുള്ളത് കൊണ്ടാണ് മഹാഭാഗസ്തീർത്ഥീകുർവംസ്തദാശ്രമം. മഹാഭാഗ തീർത്ഥീകുർവം തദ ആശ്രമം. തീർത്ഥീകുർവൻ എന്ന് പറഞ്ഞാൽ പരിശുദ്ധമാക്കും. ആ കുറച്ചു സമയം കൊണ്ട് തന്നെ അവിടം പരിശുദ്ധമാക്കും. തദ ആശ്രമം, അവരുടെ ആശ്രമത്തെ, അവരുടെ ഗൃഹത്തെ ആ കുറച്ച് സമയം മതി
ആ നിമിഷം കൊണ്ട് തന്നെ മഹാപുണ്യവാനായിട്ടുള്ള ശ്രീശുക മഹർഷി ആ ആശ്രമത്തെ, ആ ഗൃഹത്തെ, അവരെ ഒക്കെ തീർത്ഥീകരിക്കുന്നു. നമുക്ക് ഭാഗവതത്തിൽ തന്നെ ഒരു വേള നമ്മൾ കണ്ടിരുന്നു, തീർത്ഥീകുർവന്തി തീർത്ഥാനി എന്നാണ് പറയുന്നത് മഹാത്മാക്കളെക്കുറിച്ച്. അതായത് തീർത്ഥങ്ങളെപ്പോലും തീർത്ഥീകരിക്കുന്നവരാണ് പുണ്യാത്മാക്കൾ. അവരുടെ സാന്നിധ്യം മതി ആ ഇടത്തെ തീർത്ഥീകരിക്കാൻ, ശുദ്ധീകരിക്കാൻ. ഇവിടെ ഈ ശ്രീശുക മഹർഷി വളരെ കുറച്ച് സമയമേ ഗൃഹസ്ഥാശ്രമികളുടെ ഗൃഹങ്ങളിൽ അഥവാ അവരുടെ സമീപം ചിലവഴിക്കുകയുള്ളൂ എന്നിരുന്നാൽ പോലും ആ കുറഞ്ഞ സമയം കൊണ്ട് അവിടെയുള്ള എല്ലാ അഖങ്ങളെയും മാലിന്യങ്ങളെയും നീക്കിയിട്ട് ആശ്രമങ്ങളെയും അവിടെയുള്ളവരെയും ഒക്കെ തീർത്ഥീകരിക്കുന്നു, പരിശുദ്ധമാക്കുന്നു. അപ്പോൾ ഈ ചോദ്യങ്ങൾ, തൊട്ടു മുൻപുള്ള 2 ചോദ്യങ്ങൾ ചോദിച്ചത് കേട്ടാൽ നമുക്ക് തോന്നും ഈ ഇരിക്കുന്ന ശൗനകാദി മഹർഷിമാർക്ക് ശ്രീശുക മഹർഷിയുടെ മഹാത്മ്യം അറിയില്ല, മഹത്വം അറിയില്ല എന്ന് തോന്നും. എന്നാൽ തൊട്ടടുത്ത ശ്ലോകത്തിൽ ഭ്രാന്തനെ പോലെ നടക്കുന്നവനാണ് ശ്രീശുക മഹർഷി എന്ന് പറഞ്ഞു, മൂകനാണ് എന്ന് പറഞ്ഞു, ജഡത്തെ പോലെ വിഹരിക്കുന്നവനാണ് എന്ന് പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞിട്ട് തൊട്ടടുത്ത ശ്ലോകത്തിൽ അതേ ശൗനകാദി മഹർഷിമാർ പറയുകയാണ്, മഹാഭാഗ, അങ്ങനെയുള്ള ആ ശ്രീശുക മഹർഷി തൻ്റെ സാമീപ്യം കൊണ്ട് തന്നെ എല്ലായിടത്തെയും തീർത്ഥീകരിക്കുന്ന ശ്രീശുക മഹർഷി എങ്ങനെയാണ് ഇവിടെ വന്നിരുന്ന് ഈ 7 ദിവസം എടുത്ത് പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ കർണപുടങ്ങളിലേക്ക് സർവവേദങ്ങളുടെയും സാരത്തെ, ഈ അമൃതത്തെ പകർന്നു നൽകിയത്? ഇത് പതിവില്ലല്ലോ, ഇങ്ങനെയല്ലല്ലോ ശ്രീശുക മഹർഷി. എന്താണ് അപ്പോൾ അവിടെ ഒരു അത്ഭുതം സംഭവിച്ചത്? ശ്രീശുക മഹർഷി എവിടെ പോയാലും, പ്രത്യേകിച്ചും ഗൃഹസ്ഥാശ്രമികളുടെ സമീപത്തിൽ, ഒരു ഗോദോഹന മാത്രം സമയമാണല്ലോ ചിലവഴിക്കാറുള്ളത്. അവിടെയും ശൗനകാദി മഹർഷിമാരുടെ അത്ഭുതം നമുക്ക് വാക്കുകളിൽ കാണാം. എങ്ങനെ ഈ 7 ദിവസം അവിടെ ചിലവഴിച്ചു എന്നുള്ളത്, അതും 7 ദിവസം കൊണ്ട് ഈ കഥകളെ പരീക്ഷിത്ത് മഹാരാജാവിന് പകർന്നു കൊടുത്തുകൊണ്ട് പരീക്ഷിത്ത് മഹാരാജാവിനെയും അവിടെ തീർത്ഥീകുർവന്തി, തീർത്ഥമാക്കിയിരിക്കുന്നു, പരിശുദ്ധമാക്കിയിരിക്കുന്നു. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. സ ഗോദോഹനമാത്രം ഹി ഗൃഹേഷു ഗൃഹമേധിനാം അവേക്ഷതേ മഹാഭാഗസ്തീർത്ഥീകുർവംസ്തദാശ്രമം. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മഹാഭാഗസ്തീർത്ഥീകുർവംസ്തദാശ്രമം, അത് കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക. അവിടെ തദാശ്രമം, അവിടെ ദായുടെ ആകാരം നീട്ടിയെടുക്കുക. ഇനി അടുത്തത് 9ാമത്തെ ശ്ലോകമാണ്. അഭിമന്യുസുതം സൂത പ്രാഹുർഭാഗവതോത്തമം തസ്യ ജന്മ മഹാശ്ചര്യം കർമാണി ച ഗൃണീഹിന. അഭിമന്യുസുതം സൂത, അല്ലയോ സൂത, അഭിമന്യുസുതം, അഭിമന്യുവിൻ്റെ പുത്രനായിട്ടുള്ള ഈ പരീക്ഷിത് മഹാരാജാവിനെ പ്രാഹുർ ഭാഗവതോത്തമം, പ്രാഹു ഭാഗവതോത്തമം, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് പ്രാഹുർ ഭാഗവതോത്തമം. പ്രാഹു എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് പറഞ്ഞു വരുന്നത്, വിളിക്കപ്പെടുന്നത്, അറിയപ്പെടുന്നത്. ഭാഗവതോത്തമം, ഭഗവൽ ഭക്തന്മാരിൽ വെച്ച് ഉത്തമനായിട്ടാണ് പരീക്ഷിത് മഹാരാജാവിനെ അറിയപ്പെടുന്നത്. അത്
അഭിമന്യുവിൻ്റെ പുത്രനായ പരീക്ഷിത് മഹാരാജാവ് എന്ന് പറഞ്ഞു. അർജുനന് ശ്രീകൃഷ്ണ ഭഗവാന്റെ സഹോദരിയായ സുഭദ്രാദേവിയിലുണ്ടായ പുത്രനാണ് അഭിമന്യു. ആ അഭിമന്യുവിൻ്റെ പുത്രനാണ് പരീക്ഷിത് മഹാരാജാവ്. അങ്ങനെയുള്ള പരീക്ഷിത് മഹാരാജാവിനെ ഭഗവത് ഭക്തന്മാരിൽ വെച്ച് ഉത്തമനാണ് എന്ന് പറയുന്നു. ഭഗവാൻ എന്ന് പറയുന്നത് ഭഗവാന്റെ സഹോദരീപുത്രനാണ് പരീക്ഷിത് മഹാരാജാവ്. അതായത് ഭഗവത് കഥകളിൽ, ഭാഗവത വിചാരങ്ങളിൽ സുഭദ്രാദേവിയുടെ പുത്രനായിട്ടുള്ള പരീക്ഷിത് മഹാരാജാവിന് അമ്മാവനാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. ശ്രീകൃഷ്ണ ഭഗവാന്റെ അമ്മാവനായിരുന്നു കംസൻ, ഭഗവാനാൽ വധിക്കപ്പെട്ടു. എന്നാൽ നോക്കൂ, ഭഗവാന്റെ അനന്തരവനായിട്ടുള്ള പരീക്ഷിത് മഹാരാജാവിന് ഏറ്റവും പ്രിയം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് അമ്മാവനായ ഭഗവാന്റെ ചരിതങ്ങളിൽ തൽപരനായ അല്ലെങ്കിൽ തൽപരരായിട്ടുള്ളവരിൽ ഉത്തമനായിട്ടാണ്. അങ്ങനെ പറയുന്നുവല്ലോ. തസ്യ ജന്മമഹാശ്ചര്യം, തസ്യ അതായത് അവൻ്റെ അഥവാ പരീക്ഷിത് മഹാരാജാവിൻ്റെ ജന്മത്തെയും മഹാശ്ചര്യം ഏറ്റവും ആശ്ചര്യകരമായിട്ടാണ് പറയുന്നത്. അമ്മാവനാണ്, സഹ ഉദരനും കൂടിയാണ്. ഒരേ ഉദരത്തിൽ ഒരേ സമയം ശയിച്ചവരാണ്. ക്ഷമിക്കണം, സുഭദ്രാദേവിയുടെ പുത്രനായ അഭിമന്യുവിൻ്റെ പുത്രനാണ് പരീക്ഷിത് മഹാരാജാവ്. ഇവിടെ വല്യമ്മാവനാണ്, അച്ഛൻ്റെ അമ്മാവനാണ് ഭഗവാന്. എന്നിട്ട് കൂടിയും ആ അഭിമന്യുവിൻ്റെ പത്നിയായ ഉത്തരാദേവിയുടെ ഗർഭത്തിൽ വച്ച് തൻ്റെ നേരെ വന്ന ബ്രഹ്മാസ്ത്രത്തെ തടുക്കുന്നതിനു വേണ്ടി തൻ്റെ സഹോദരിയുടെ പുത്രഭാര്യയുടെ ഉദരത്തിൽ ആ ശിശുവിനോടൊപ്പം ശയിച്ചവനാണ് ഭഗവാൻ. അപ്പോൾ പരീക്ഷിത് മഹാരാജാവിനെ സംബന്ധിച്ചിടത്തോളം സഹ ഉദരനും കൂടിയാണ്. തൻ്റെ പിതാവിൻ്റെ അമ്മാവനാണ്, അതായത് തൻ്റെ വല്യമ്മാവനാണ്. ആ തൻ്റെ പിതാവിൻ്റെ അമ്മാവൻ്റെ ചരിതങ്ങൾ അതിലേറ്റവും കൂടുതൽ തൽപരനായിരുന്ന പരീക്ഷിത് മഹാരാജാവ് ജനനം കൊണ്ട് തന്നെ ഭഗവാൻ ആശ്ചര്യങ്ങൾ ഒരുപാട് കാണിച്ചുവല്ലോ, അത്ഭുതങ്ങൾ ഒരുപാട് കാണിച്ചുവെന്ന് കേട്ടിരിക്കുന്നു. അപ്പോൾ ജന്മം തന്നെ അത്യാശ്ചര്യകരമാണല്ലോ. കർമാണിച്ച ഗൃണീഹിന, കർമാണിച്ച കർമ്മങ്ങളെയും, നഹ എന്ന് പറഞ്ഞാൽ ഞങ്ങളോട്, ഗൃണീഹി പറഞ്ഞു തന്നാലും. അപ്പോൾ അഭിമന്യുവിൻ്റെ പുത്രനായ പരീക്ഷിത് മഹാരാജാവ്, ഭഗവാന്റെ സഹോദരീ പുത്രനായ അഭിമന്യുവിൻ്റെ പുത്രനായ പരീക്ഷിത് മഹാരാജാവ് ഭക്തന്മാരിൽ വെച്ച് ഏറ്റവും ഉത്തമനാണ് എന്ന് പറയുന്നു അറിവുള്ളവർ. ആ മഹാരാജാവിൻ്റെ ഏറ്റവും ആശ്ചര്യജനകമായിട്ടുള്ള ആ ജന്മവും അതേപോലെ തന്നെ കർമ്മങ്ങളുമൊക്കെ ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരണേ എന്നിവിടെ അപേക്ഷിക്കുകയാണ് ശൗനകാദി മഹർഷിമാർ. സത്യത്തിൽ തൻ്റെ അമ്മയുടെ ഉദരത്തിൽ തന്നോടൊപ്പം ശയിച്ചിരുന്ന ആ പ്രകാശവലയത്തെ തൻ്റെ
അച്ഛൻ്റെ അമ്മാവനായിട്ടുള്ള ആ ഭഗവത് ചൈതന്യത്തെ എന്നെങ്കിലും ഒന്ന് നേരിട്ട് കാണുവാൻ പരീക്ഷിത്ത് മഹാരാജാവ് അമ്മയുടെ ഉദരത്തിൽ നിന്നും പുറത്തു വന്ന നാൾ മുതൽക്ക് ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ഒന്നാണ്. ഒരു പക്ഷേ ഈ പ്രായോപവേശ സമയത്താണ് ഭഗവാനെ പൂർണ്ണമായിട്ടും കാണുന്നതും അറിയുന്നതും അനുഭവിക്കുന്നതും. അതിനുള്ള ഭാഗ്യം ആ ശ്രീശുക മഹർഷിയുടെ വാക്കുകളിലൂടെ, ശ്രീശുക മഹർഷിയോടൊപ്പം ഭാഗവത കഥകളിലൂടെ സഞ്ചരിച്ച, ശ്രീശുക മഹർഷിയുടെ പാദങ്ങളെ പിന്തുടർന്ന പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ ഉള്ളിലേക്ക് ആനന്ദാമൃതമായി ഭഗവാൻ ഒഴുകിയിറങ്ങുകയായിരുന്നു. അപ്പോൾ ഈ ഭഗവാനെ അനുഭവിക്കുന്നതിന്, അറിയുന്നതിന് ഭാഗ്യം സിദ്ധിച്ചത് പ്രായോപവേശം എന്ന കർമ്മത്തിലൂടെ കടത്തിവിട്ടുകൊണ്ടായിരുന്നു. എന്നാൽ ജീവിച്ചിരുന്നിടത്തോളം, അഥവാ ആ പ്രായോപവേശത്തിന് മുൻപുള്ള കാലഘട്ടങ്ങളിൽ ചെയ്ത ഓരോ കർമ്മവും ഇവിടെ ശൗനകാദി മഹർഷിമാർ അറിയുവാൻ അങ്ങനെ അത്യധികം ഉത്സുകരായിരിക്കുകയാണ്. ജന്മം കൊണ്ട് തന്നെ ഭഗവാന്റെ അനുഗ്രഹം സിദ്ധിച്ച പരീക്ഷിത്ത് മഹാരാജാവ് ഏതായാലും കർമ്മങ്ങളിലും ആ ശ്രേഷ്ഠത നിലനിർത്തിയിട്ടുണ്ടാവുമെന്ന് ശൗനകാദി മഹർഷിമാർക്ക് തോന്നി. അതുകൊണ്ടാണ് അത് കൂടുതൽ അറിയണമെന്നൊരാഗ്രഹം പ്രകടിപ്പിച്ചത്. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. അഭിമന്യുസുതം സൂത പ്രാഹുർഭാഗവതോത്തമം തസ്യ ജന്മ മഹാശ്ചര്യം കർമാണി ച ഗൃണീഹിന. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ന എന്നുള്ളിടത്ത് വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. ബാക്കിയൊക്കെ എളുപ്പമുള്ള വാക്കുകളാണ്. ഇനി അടുത്തത് 10ാമത്തെ ശ്ലോകമാണ്. അത് ഭഗവാൻ അനുഗ്രഹിച്ചാൽ അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.